തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കവേ കോൺഗ്രസ് പ്രതിസന്ധികളെ നേരിടുകയാണ്. UDFനെയും കോൺഗ്രസിനെയും തിരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് ആരാകുമെന്ന തർക്കം മുറുകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. VD സതീശൻ നയിക്കുമെന്ന ആവശ്യത്തെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം കരുനീക്കം തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സതീശന്റെ പാളയത്തിലും വിള്ളലുണ്ടായത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ സതീശനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇതിനിടെയാണ് ഒരു വിഭാഗം സതീശനെതിരെ ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സൈബർ ആക്രമണത്തെ കോൺഗ്രസിൽ ചേരികളെ രൂപപ്പെടുത്തുകയാണ്. പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിൽ അമർഷം പുകയുന്നുമുണ്ട്. സതീശനെതിരായ അധിക്ഷേപം CPM തന്ത്രമെന്ന് റോജി M. ജോൺ MLA പറയുന്നുമുണ്ട്. പെയ്ഡ് ഏജന്റുമാരെ വെച്ചാണ് CPMന്റെ പ്രധാന നീക്കം. പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നും റോജി സമൂഹ മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. CPMന്റെ അടുത്ത ഇലക്ഷൻ അജണ്ടകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളെന്ന് റോജി ചൂണ്ടിക്കാട്ടുന്നത്. MV നികേഷ് കുമാറിനെ പോലെയുള്ള പെയ്ഡ് ഏജന്റുമാരെ ഇതിനായി ചെല്ലും ചെലവും കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഗ്രൂപ്പുകളും ഐഡികളുമാണ് ഭാവനയിൽ നിർമ്മിച്ച കഥകൾ കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത്. നികേഷ് കുമാറിന്റെയും അവരുടെ ഫീഡ് ലഭിക്കുന്നവരുടെയും വാക്കുകൾ കേട്ട് നിലപാടുകൾ തിരുത്തുന്ന ആളല്ല പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ വളരെ വ്യക്തവും കൃത്യവുമാണ്. ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഉൾപ്പെടെ കേരളത്തിൽ UDFന്റെ അത്യുജ്വല മുന്നേറ്റം പ്രചരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കളെ തിരഞ്ഞുപിടിച്ച് സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്ന CPM തന്ത്രമെന്ന് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് 2026 തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് മുന്നേറുന്ന പാർട്ടിയെന്നും മുന്നണിയെയും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വവും നാം ഏറ്റെടുക്കണമെന്നും റോജി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ തന്നെ ആക്രമിച്ചിട്ടും അതിനെതിരെ പാർട്ടിയിൽ നിന്ന് ആരും നിലപാടെടുക്കുന്നില്ലെന്ന് സതീശന്റെ അനുകൂലികൾ ആരോപിക്കുന്നുണ്ട്. റോജിയുടെ വാക്കുകളിലും തെളിയുന്നത് ഇത് തന്നെയാണ്. നേതാക്കളുടെ മൗനം കുലം മുടിക്കാനുള്ള പ്രോത്സാഹനം പോലെയാണെന്ന് KSU സംസ്ഥാന സെക്രട്ടറി മുബ്ബാസ് ഓടക്കലി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുകയാണ്. ഇത്ര വലിയ സൈബർ ആക്രമണം നടന്നിട്ടും നേതാക്കൾ മിണ്ടാത്തത് എന്തെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബി പൊങ്ങണത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഇപ്പോഴത്തെ സൈബർ ആക്രമണത്തിൽ പിന്നിൽ ഒരു വിഭാഗം കോൺഗ്രസുകാരുണ്ട്. കോൺഗ്രസ് സൈബർ വിഭാഗത്തെ തള്ളിപ്പറഞ്ഞാണ് സതീശനെതിരെ ഒരു വിഭാഗം കോൺഗ്രസുകാർ തിരയാൻ ഇടയാക്കിയതും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ ഉറച്ചു നിന്നതും മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചതും പോലീസ് അതിക്രമങ്ങളിൽ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് ആക്രമണം. ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ കമന്റുകളും കോൺഗ്രസ് അനുകൂല സൈബർ സ്പേസുകളിലും അദ്ദേഹത്തിനെതിരെ കടുത്ത ആക്രമണം നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തുടർച്ചയായി പുറത്തു വരുന്ന പോലീസ് അതിക്രമണങ്ങൾ സംബന്ധിച്ച വാർത്തകളിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ കമന്റുകളിലുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഓണത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിച്ചതിന്റെ പേരിലാണ് കൂടുതൽ കമന്റുകളും വന്നിട്ടുള്ളത്. സദ്യ കേമമായിരുന്നു, നാണമില്ലാതെ ഓണമുണ്ട് വന്നിട്ട് എന്നിങ്ങനെയാണ് കമന്റുകൾ. വെറുതെ പ്രസ്താവന ഇറക്കാതെ മുന്നിൽ നിന്ന് സമരം ചെയ്യാനും VD സതീശനോട് കമന്റുകൾ പറയുകയാണ്. VD സതീശൻ വെറുതെ ഡയലോഗ് മാത്രം നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കുമ്പോൾ നേരിട്ട് പറയാമായിരുന്നില്ലേ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് അതിക്രമങ്ങൾക്കെതിരെ UDF ഇതുവരെ സമരം ഏറ്റെടുത്തിട്ടില്ല എന്നും എന്തുകൊണ്ട് സമരം ശക്തമാക്കുന്നില്ല എന്നും കമന്റുകളിൽ ചിലർ ചോദിക്കുന്നുണ്ട്. മൈക്കിന്റെ മുന്നിൽ വന്ന് വെറുതെ പറയുന്നത് സതീശൻ നിർത്തണമെന്നും കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നേതാവല്ല സതീശൻ എന്ന് തെളിഞ്ഞുവെന്നും ചില സൈബർ അണികൾ പ്രതികരിക്കുകയാണ്. 2023 കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും പീച്ചി സ്റ്റേഷനിലും നടന്ന പോലീസ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സമരത്തിലാണ്. അടുത്ത ദിവസം സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട്. ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ സൈബർ ഇടത്തിൽ വിമർശനം ഉയരുന്നതും. ലൈംഗികാരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഒരു വിഭാഗം ശക്തമായി ഉയർത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടുകളെ തള്ളിയാണ് ഒരു വിഭാഗം രാഹുലിനെതിരെ നിയമസഭയിൽ എത്തിക്കാൻ ശ്രമം നടത്തുന്നത്. ഈ നീക്കം അനുവദിക്കില്ലെന്ന് സതീശനും വ്യക്തമാക്കുകയാണ്. ആരോപണം ഉയർന്ന ഘട്ടത്തിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നുമായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷവും പാർട്ടിയിൽ രാഹുലിന് അനുകൂലമായ നിലപാട് മാറിയിരുന്നു. രാഹുലിനെതിരായി നടപടി ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായി സൈബർ ആക്രമണം നേരിട്ടതോടെ നിശബ്ദരായി. രാഹുലിന് പകരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള നീക്കം കടുത്ത ഗ്രൂപ്പ് പോര് മൂലം അസാധ്യമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്.
രാഹുൽ നിയമസഭയിൽ എത്തണമെന്നും പാർട്ടി സംരക്ഷണം ഒരുക്കണമെന്നുള്ള ആവശ്യവുമായി എ ഗ്രൂപ്പ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ സഭയിൽ വരുന്നത് വിലക്കാനാവില്ലെന്നതായിരുന്നു KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച നിലപാട്. ഇതിനോട് UDF കൺവീനർ അടൂർ പ്രകാശും യോജിച്ചിരുന്നു. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഇപ്പോഴും സഭയിലുണ്ടെന്നും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുമുള്ള ന്യായങ്ങൾ ഉന്നയിച്ചാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും സഭയിലേക്കുള്ള രാഹുലിന്റെ വരവിനെ പിന്തുണയ്ക്കുന്നത്. രാഹുലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണത്തിന് വിധേയനായിരിക്കുകയാണ് VD സതീശൻ. നടപടി പാർട്ടിയുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിയെന്നാണ് VD സതീശൻ അവകാശപ്പെടുന്നത്. നടപടിക്ക് വിധേയനായ രാഹുൽ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ ശക്തനായി നിയമസഭയിൽ എത്തുന്നത് VD സതീശന് കനത്ത ആഘാതമായിരിക്കും ഉണ്ടാക്കുക.